ഇന്ന് 199 ദിനം. യോശുവയുടെ പുസ്തകം 12 അധ്യായം, യെശയ്യാ പ്രവചനം 15 അധ്യായവും അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3 അധ്യായവും വായിക്കാം. യോശുവ 12 അധ്യായം. ഇസ്രായേൽ മക്കൾ യോർദാനക്കരെ കിഴക്ക് അർണോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ മുഴുവനും കൈവശമാക്കുകയിൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവർ ആകുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോൻ, അവൻ അർണോൻ ആറ്റുപക്കത്തുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗിലെയാദിന്റെ പാതിയും അമോന്യരുടെ അതിരായ യബ്ബോക്ക് നദി വരെയും കിന്നരോത്ത് കടലും അരാബയിലെ കടലായ ഉപ്പുകടലും വരെ ബേത്ത് യെശീമോത്തോളം ഉള്ള കിഴക്കേ അരാബയിലും പിസ്ഗ ചെരുവിന്റെ താഴെ തേമാനും വാണിരുന്നു. ബാഷാൻ രാജാവായ ഓഗിന്റെ ദേശവും അവർ പിടിച്ചടക്കി. മല്ലന്മാരിൽ ശേഷിച്ച ഇവർ അസ്തരോത്തിലും എർദ്രയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും സുൽക്കയും ബാഷാൻ മുഴുവനും ഗശൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും ഗിലെയാദിന്റെ പാതിയും ഹെശ്ബോൻ രാജാവായ സീഹോന്റെ അതിർവരെയും വാണിരുന്നു. അവരെ യഹോവയുടെ ദാസനായ മോശയും ഇസ്രായേൽ മക്കളും കൂടെ സംഹരിച്ചു. യഹോവയുടെ ദാസനായ മോശെ അവരുടെ ദേശം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി കൊടുത്തു. എന്നാൽ യോശുവയും ഇസ്രായേൽ മക്കളും യോർദാനക്കരെ പടിഞ്ഞാറ് ലെബാനോന്റെ താഴ്വരയിലെ ബാൽഗാദ് മുതൽ സെയീറിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്നുവരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവരാകുന്നു. മലനാട്ടിലും താഴ്വീതിയിലും അരാബയിലും മലംചെരുവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തുമുള്ള ഹിത്യർ, അമോര്യൻ, കനാന്യൻ, പെരിസ്യൻ, ഹിവ്യൻ, എബൂസ്യൻ എന്നിവർ തന്നെ. എരിഹോ രാജാവ് 1, ബേഥേലിനരികെയുള്ള ഹായി രാജാവ് 1, യെരൂശലേം രാജാവ് 1, ഹെബ്രോൻ രാജാവ് 1, യർമുത്ത് രാജാവ് 1, യാക്കീശിലെ രാജാവ് 1, യഗ്ലോനിലെ രാജാവ് 1, ഗേസർ രാജാവ് 1, ദബീർ രാജാവ് 1, ഗേദർ രാജാവ് 1, ഹോർമ രാജാവ് 1, ആരാദ് രാജാവ് 1, ലിബ്ന രാജാവ് 1, അതുല്ലാം രാജാവ് 1, മക്കദ രാജാവ് 1, ബഥേൽ രാജാവ് 1, തപ്പുഹര രാജാവ് 1, ഹേഫർ രാജാവ് 1, അഫേക് രാജാവ് 1, ഷാരോൻ രാജാവ് 1, മാദോൻ രാജാവ് 1, ഹാസോർ രാജാവ് 1, ഷിമ്രോൻ, മെരോൻ രാജാവ് 1, അക്ഷാപ്പു രാജാവ് 1, തനാക് രാജാവ് 1, മെഗിദോ രാജാവ് 1, കാദേശ് രാജാവ് 1, കർമ്മേലിലെ യോക്നെയാം രാജാവ് 1, ദോർമേട്ടിലെ ദോർ രാജാവ് 1, ഗിൽഗാലിലെ ജാതികളുടെ രാജാവ് 1, തിർസ രാജാവ് 1. ആകെ 31 രാജാക്കന്മാർ. യെശയ്യാവ് 15 അധ്യായം. മോവാബിനെ കുറിച്ചുള്ള പ്രവാചകം. ഒരു രാത്രിയിൽ മോവാബിലെ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ഒരു രാത്രിയിൽ മോവാബിലെ കീർ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ബെയീത്തും ദീബോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറിപ്പോയിരിക്കുന്നു. നെബോവിലും മേദബയിലും മോവാബ് നിലവിളിക്കുന്നു. അവരുടെ തലയൊക്കെയും മൊട്ടയടിച്ചും താടിയൊക്കെയും കത്രിച്ചും ഇരിക്കുന്നു. അവരുടെ വീതികളിൽ അവർ രട്ടുടുത്തു നടക്കുന്നു. അവരുടെ പുരമുകളിലും വിശാല സ്ഥലങ്ങളിലും എല്ലാവരും മുറയിട്ട് കരയുന്നു. ഹെശ്ബോനും എലയാലയും നിലവിളിക്കുന്നു. അവരുടെ ഒച്ച യഹസ് വരെ കേൾക്കുന്നു. അതുകൊണ്ട് മോവാബിന്റെ ആയുധപാണികൾ അലറുന്നു. അവന്റെ പ്രാണൻ അവന്റെ ഉള്ളിൽ നടുങ്ങുന്നു. എന്റെ ഹൃദയം മോവാബിനെ കുറിച്ച് നിലവിളിക്കുന്നു. അതിലെ കുലീനന്മാർ സോവാരിലേക്കും എഗ്ലത് ഷെലീശീലയിലേക്ക് ഓടിപ്പോകുന്നു. ലുഹീത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞുകൊണ്ട് കയറി ചെല്ലുന്നു. ഹോരോനൈമിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിന്റെ നിലവിളി കൂട്ടുന്നു. നിമ്രീമിലെ ജലാശയങ്ങൾ വരണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുല്ലുണങ്ങി, ഇളംപുല്ലു വാടി, പച്ചയായതൊക്കെയും ഇല്ലാതായിരിക്കുന്നു. ആകയാൽ അവർ സ്വരൂപിച്ച സമ്പത്തും സംഗ്രഹിച്ചു വച്ചതും അലരിത്തോട്ടത്തിനക്കരയ്ക്ക് എടുത്തുകൊണ്ടുപോകുന്നു. നിലവിളി മോവാബിന്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു. അലർച്ച
എഗ്ലയും വരെയും കൂക്കൽ ബേർ ഏലിയും വരെയും എത്തിയിരിക്കുന്നു. ദീമോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ ദീമോന്റെ മേൽ ഇതിലധികം വരുത്തും. മോവാബിൽ നിന്ന് ചാടിപ്പോയവരുടെ മേലും ദേശത്തിൽ ശേഷിച്ചവരുടെ മേലും ഞാനൊരു സിംഹത്തെ വരുത്തും. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദുഷ്ടന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സദ്ഗുണ ദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂന്നു കടക്കയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. യന്നേസും യംബ്രേസും മോശയോട് എതിർത്തു നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമത്രേ. അവർ അധികം മുഴുക്കയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നുവരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു.